അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരാൾക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, കടം ഒഴികെ. അദ്ദൈനു ഹമ്മും ബില്ലൈലി വ മദല്ലത്തും ബിന്നഹാർ എന്നാണ്. അൽആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചർമ്മം, ശരീരം ഒരൽപ്പം തണുപ്പ് കിട്ടിത്തുടങ്ങിയത്. ഖബറിൽ വെച്ച് ചുട്ടുപൊള്ളുന്ന ശിക്ഷയായിരുന്നു എന്നാണ് അതിൻ്റെ മറുഭാഗം. കടം വാങ്ങാം, കടം കൊടുക്കാം എന്ന് മാത്രമല്ല, ചിലപ്പോൾ കടം വാങ്ങുകയും വേണ്ടി വരും. കടം വാങ്ങണ്ടെന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയില്ലേ? തൻ്റെ പണയം വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയിട്ടുണ്ട്, സഹാബിമാർ കടം വാങ്ങിയിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടമിടപാട് നടത്തുമ്പോൾ രണ്ട് കാര്യം എഴുതി വെക്കണം. ഒന്ന്, വാങ്ങിയ ഡേറ്റ്, എന്നാണ് കൊടുക്കുക എന്നുള്ള ആ ഡേറ്റ്, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്, എപ്പോഴാണ് കൊടുക്കുക എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. അതിൻ്റെ പുറമെ ഒരു കാര്യം കൂടി എഴുതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കടമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ്. ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് കടത്തെ കണ്ടിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാം, ലാ തുഖീഫു അൻഫുസക്കും ബഅദ അംനിഹ, നിങ്ങൾ നിർഭയത്വമുള്ള അവസ്ഥ മാറ്റരുത്, അത് മാറ്റി നിങ്ങൾ നിങ്ങളെ തന്നെ ഭീതിയിൽ പേടിപ്പിക്കുന്ന, ഭീതിയിൽ ഭയത്തിൽ ആക്കുന്ന സംഗതി ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ ഭീതിയിൽ അകപ്പെടുത്തരുത്. അത് സുരക്ഷിതവും നിർഭയവുമായ ഒരവസ്ഥയിൽ നിന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദൈൻ, കടം എന്ന് പറയേണ്ടായി. വേറൊരു മഹാൻ പറഞ്ഞത് അദ്ദൈനു ഹമ്മും ബില്ലൈലി വ മദല്ലത്തും ബിന്നഹാർ എന്നാണ്. രാത്രിയിൽ ടെൻഷനും പകൽ മാനക്കേടും, ഇതാണ് കടം എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പുറപ്പെടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം ഒരാൾക്ക് പിന്നെന്താ കിട്ടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലഹു. മയ്യത്ത് നമസ്കാരത്തിലാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന കേൾക്കും, അതിന് ഉത്തരം നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കാരം കൈകെട്ടുന്നതിന് മുമ്പ് ചോദിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് മുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ചോദിച്ചു, ഹൽ അലാ സാഹിബിക്കും ദൈൻ, നിങ്ങളുടെ ഈ കൂട്ടുകാരന് കടം വല്ലതും ഉണ്ടോ, വീട്ടാനായിട്ട് ബാക്കിയുണ്ടോ? ചോദിച്ചപ്പോൾ അവിടുന്ന് പറയപ്പെട്ടു, അതേ റസൂലെ, കടമുണ്ട്. അപ്പോൾ എത്രയുണ്ട് എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനാറാനി യാ റസൂലല്ലാഹ്, 2 ദീനാറേ ഉള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലു അലാ സാഹിബിക്കും, എന്നാൽ പിന്നെ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് മാറിയിരുന്നു. വലിയ സങ്കടമായല്ലോ. ഒരു മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കുകയും എന്നാൽ പിന്നെ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറയുകയും ചെയ്താൽ ആ ഗൗരവം നിസാരമായ സംഗതിയല്ല എന്നാണ് ആ ഗൗരവമുള്ള നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെയും നമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. രക്തക്കളത്തിൽ, രണാങ്കണത്തിൽ പടഞ്ഞ് രക്തസാക്ഷിയായ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം നിലത്ത് വീഴുമ്പോൾ ആ സ്പോട്ടിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ പിന്നെ കടം വാങ്ങിയ ഒരാൾ അതേപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഇല്ലദ്ദൈൻ യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ലദ്ദൈൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരാൾക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, കടം ഒഴികെ.
അപ്പോൾ കടം ഗൗരവമുള്ളതാണ്. അത് 2 ദീനാർ ഇത്ര ഗൗരവമുണ്ട് എന്ന് ആ ഹദീസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുക. മയ്യത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നിട്ടുണ്ട്. നിങ്ങൾ സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങളങ്ങ് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. അപ്പം ഒരു സഹാബി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് തോന്നി ഇത് വലിയ നഷ്ടമാണല്ലോ. അദ്ദേഹത്തിന് ആ പരേതനോടുള്ള ആദരവും അദ്ദേഹത്തോടുള്ള കനിവും സ്നേഹവും ഒക്കെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞു, ഹുമാ അലയ്യ യാ റസൂലല്ലാഹ്, 2 ദീനാറല്ലേ, അത് ഞാനേറ്റ് റസൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുടം വീട്ടാനുള്ള വകയായല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് നിന്ന് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മാ ഫഅല ദീനാറാൻ, അല്ല 2 ദീനാറിൻ്റെ കാര്യം എന്താക്കി? അപ്പോൾ അബൂ ഖത്താദ പറയാം, ഇന്നഹു മാത മിൻ അംസി യാ റസൂലല്ലാഹ്, അദ്ദേഹം ഇന്നലെ മരിച്ചിട്ടല്ലുള്ളൂ റസൂലെ, ഞാൻ കൊടുത്തോളാം. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുമല്ലോ, കൂലി കിട്ടിക്കോട്ടെ, ശമ്പളം കിട്ടിക്കോട്ടെ, മാസം ലാസ്റ്റല്ലേ, 2 ഒരാഴ്ചയും കൂടി കഴിഞ്ഞോട്ടെ, അത് കൊടുക്കാം, തിരക്കൊന്നുമില്ലല്ലോ, അധികം വൈകുന്നൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞോട്ടെ. പിറ്റേ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, യാ അബാ ഖത്താദ മാ ഫഅല ദീനാറാൻ, ആ 2 ദീനാറിൻ്റെ കാര്യം എന്തായി അബൂ ഖത്താദ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖളൈതുഹുമാ യാ റസൂലല്ലാഹ്, ഞാനത് കൊടുത്തു വീട്ടി റസൂലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായിട്ട് പറഞ്ഞു, അൽആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചർമ്മം, ശരീരം ഒരൽപ്പം തണുപ്പ് കിട്ടിത്തുടങ്ങിയത്. ഖബറിൽ വെച്ച് ചുട്ടുപൊള്ളുന്ന ശിക്ഷയായിരുന്നു എന്നാണ് അതിൻ്റെ മറുഭാഗം. അപ്പോൾ കടം എന്നുള്ളത് നിസ്സാരമല്ല, കടം എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ആർക്കാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കടം എന്നത്, ലോകം കടമില്ലാത്ത ഒരാളുണ്ടാവില്ല. ഏറ്റവും വലിയ സമ്പന്നർക്ക് ഏറ്റവും വലിയ കടമായിരിക്കും. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് മാത്രമല്ല, പുതിയ ജീവിത ശൈലി കടമിടപാടിൽ കടം കൊണ്ട് കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥ. ഒരു മൊബൈൽ വാങ്ങിച്ചു, നല്ല ഉപയോഗിക്കാനും ഒരു കുഴപ്പമില്ലാത്ത മൊബൈലാണ്, അപ്പോഴാണ് ഒരു ഓഫർ, മാസം ചില്ലറ തന്നാൽ മതി, വാഹനത്തിൻ്റെ ഓഫർ, പഴയ വണ്ടി ഒരു കുഴപ്പമില്ല, അധിക പഴക്കമില്ല, പുതിയ മോഡൽ ഇറങ്ങി, അത് വാങ്ങണം. ഇങ്ങനെ ഓരോന്നിനു വേണ്ടിയും നിങ്ങളടുത്ത് പൈസ ഇല്ലെങ്കിൽ പ്രശ്നമല്ല, അത് കുറേ അല്പാൽപമായിട്ട് തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാലും ലോണായിട്ടും മറ്റ് കടബാധ്യതകളായിട്ടും ഭീമമായ സംഖ്യ, ആഡംബര ജീവിത, അത് മറ്റൊരു ഭൗതിക പ്രമത്തത, അത് മറ്റൊരു കാരണമാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും പോലെ ആഡംബരം, അതിന് യാതൊരു കുറവ് വരുത്താൻ പാടില്ല. അത് വസ്ത്രത്തിലാവട്ടെ, ഭക്ഷണത്തിലാവട്ടെ, ജീവിതശൈലിയിലാവട്ടെ, മറ്റ് എല്ലാത്തിലും, ഒരു ചടങ്ങ് പരിപാടി സംഘടിപ്പിക്കാവട്ടെ, എല്ലാ സംഗതിയിലും. അപ്പോൾ അതിനൊന്നും ഓരോരുത്തരുടെയും ആവശ്യം എന്താണ്, അവരുടെ വരുമാനം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു നിശ്ചയവുമില്ലാതെ, അതൊന്നും പരിഗണിക്കാതെ ധാരാളമായി കടം വാങ്ങിക്കൂട്ടുക. ഈ ആളുകളൊക്കെ മനസ്സിലാക്കണം, മരിച്ചു പോയാൽ ഇതായിരിക്കും കഥ. അത് വീട്ടാതെ മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കടം വീട്ടാനുള്ളതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടില്ലെങ്കിൽ, അനന്തരാവകാശികൾ അത് കൊടുക്കാനും തയ്യാറായിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഖബറിൽ കിടക്കാൻ കഴിയില്ല, പരലോകത്തുള്ള ശിക്ഷ വേറെയും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള സംഗതിയാണ് കടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ച് കടമിടപാട് നടത്താൻ പറ്റില്ല എന്നൊന്നും ഇസ്ലാമിൽ നിയമമില്ല. കടം വാങ്ങാം, കടം കൊടുക്കാം എന്ന് മാത്രമല്ല, ചിലപ്പോൾ കടം വാങ്ങിയും വേണ്ടി വരും. കടം വാങ്ങണ്ടെന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയില്ലേ? തൻ്റെ പണയം വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയിട്ടുണ്ട്, സഹാബിമാർ കടം വാങ്ങിയിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടമിടപാട് വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, വീട്ടാനുള്ള ആ ബോധം തീർച്ചയായിട്ടും വേണം. അല്ലാത്ത രൂപത്തിൽ കടം വാങ്ങിയാൽ ഇതായിരിക്കും പരിണതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കടമിടപാടുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ സംഗതികളുണ്ട്. ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കടമിടപാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഒരുപക്ഷേ പരിശുദ്ധ ഖുർആനിൻ്റെ
ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. ഏറ്റവും വലിയ ഒരു പേജിലധികം ഒരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹ്. നിങ്ങൾ ഒരു നിശ്ചിത സമയം അവധിക്ക് കടമിടപാട് നടത്തുകയാണെങ്കിൽ അത് എഴുതി രേഖപ്പെടുത്തി വെക്കണം. 2 സാക്ഷികളെ നിർത്തണം. അതിന് 2 സാക്ഷികളായി പുരുഷന്മാരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഫറജുലുൻ വമ്രഅത്താനി മിമ്മൻ തർദൗന മിനശ് ശുഹദാ, സാക്ഷി നിർത്താൻ യോഗ്യരായ, സാക്ഷി വഹിക്കാൻ പറ്റിയ ഒരു പുരുഷനും 2 സ്ത്രീയും. ഇതൊക്കെ ഖുർആനിൽ വലിയ ഒരായത്ത് ഇതുമായി ബന്ധപ്പെട്ട. അപ്പോൾ കടമിടപാട് നടത്തുമ്പോൾ 2 കാര്യം എഴുതി വെക്കണം. ഒന്ന്, വാങ്ങിയ ഡേറ്റ്, എന്നാണ് കൊടുക്കുക എന്നുള്ള ആ ഡേറ്റ്, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്, എപ്പോഴാണ് കൊടുക്കുക എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. അതിൻ്റെ പുറമെ ഒരു കാര്യം കൂടി എഴുതണം. ഞാൻ അഥവാ മരിച്ചു പോയാൽ എൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് ഇന്നിന്ന കടം വീട്ടിയതിന് ശേഷമേ അനന്തരാവകാശം വീതിക്കാവൂ എന്ന കാര്യം എഴുതി രേഖപ്പെടുത്തി ഭാര്യയോടോ മക്കളോടോ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. കാരണം മരണശേഷം കടം വീട്ടണ്ടെന്ന് ഒരു തീരുമാനിച്ചാലോ പരേതനയിക്കും, അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, അയാൾക്ക് സ്വത്തുണ്ട് തേനും. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നല്ല ഗൗരവം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ള കടവും കിട്ടാനുള്ള കടവും ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ ആകുമ്പോൾ കടം വാങ്ങണ്ടെന്ന് അങ്ങനെ ഇസ്ലാമിന് നിയമമൊന്നുമില്ല. കടം വാങ്ങിച്ചാൽ വീട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്താൽ അവർ ഈ ലോകത്തും മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാം, പരലോകത്ത് ആശ്വാസത്തോടെ കഴിച്ചുകൂടാം. സ്വർഗപ്രവേശനത്തിനും പാപം പൊറുക്കുന്നതിനുമൊക്കെ തടസ്സമാകുന്ന കടവും വെച്ച് മരിച്ചാൽ ഈ ഭാഗ്യമാണ് നഷ്ടപ്പെടുക. ഈ ഗൗരവത്തിൽ തന്നെ കടത്തെ എല്ലാവരും നോക്കിക്കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം ഇവിടെ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.